Hi friends, welcome back to Greenpeas Food and Tips. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് കടലൊക്കെ തിരക്കായതുകൊണ്ട് സമയം വൈകി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല അസ്തമയത്തിൻ്റെ നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സേമിയയുടെ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സമയം കുറേ വൈകിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ഇതിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ 15 ഗ്രാം ഉണക്കമുന്തിരി, 15 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു മീഡിയം സൈസ് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം, പിന്നെ അത് കൂടാതെ 100 ഗ്രാം പഞ്ചസാര, പിന്നെ ഈ ഒരു കപ്പ് ഞാൻ സേമിയ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചാണിത്. പകുതിയും ഏത് കപ്പിനാണ് സേമിയ എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഡബിളായിട്ട്. പിന്നെ കൂടാതെ 6 kg. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പാലും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഈ പാലും വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സേമിയം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുഴിയായിട്ടുള്ളൊരു ചെമ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പിൽ അളന്ന് വെച്ച് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പാലും വെള്ളം ഇവിടെ തളിച്ച് വന്നിട്ടുണ്ട്. ഇതെടുത്തങ്ങായിട്ട് ഈ നമ്മൾ വറുത്ത് വെച്ച സേമിയത്തേക്ക് ഈ വറവ് ഈ ഒരു രൂപത്തിലാണ് വേണ്ടിയത്. അധികം വറുത്ത് ഓവർ ചുവന്ന കളർ ബ്രൗൺ കളറായി പോകുന്നു വേണ്ട. ഈ ഒരു കളറിൽ കിട്ടിയായി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ തിളപ്പിച്ച് വെച്ച പാലും വെള്ളവും എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതോണൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം തോല് ഒഴിച്ച് ഇതുപോലെ സെൻറ്ററിലൊന്ന് ചീന്തി കൊടുക്കുക. പിന്നെ ഒന്നുകൂടി ഒന്ന് നടുക്കുകൂടി ഇതോണം ചീന്തി കൊടുക്കുക. എന്നിട്ട് ഇതോണം വെച്ചിട്ട് ഈ നേന്ത്രപ്പഴം ഇതോണം സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഫുള്ള് സേമിയ അബ്സോർവ് ചെയ്ത് ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 100 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചാണ്. അതിൽ നിന്ന് ഒരു 80 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 100 ഗ്രാം നല്ല മധുരം വേണ്ടിയവർക്ക് 100 ഗ്രാം തന്നെ ഉപയോഗിക്കുക. എനിക്ക് പഞ്ചസാര കുറവ് മതി. അതുകൊണ്ട് ഞാൻ 80 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ സഫ്രോൺ വേണ്ടിയവർക്ക് സഫ്രോൺ യൂസ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയവർക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യുക. എനിക്ക് ഇലഞ്ചിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏലക്കായൻ്റെ പൗഡറാണ് ഉപയോഗിച്ചത് ഇവിടെ. അപ്പോൾ ഇതൊരു പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പഴട്ടങ്ങായിട്ട് ഇതോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സേമിയ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം, നെയ്യിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോണൊരു ഫ്രൈ പാൻ എടുത്തങ്ങായിട്ട് നെയ്യ് ചൂടായി വരുന്നവരെ കാത്തുക്കുക. എന്നിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നതിന് ശേഷമാണ് മുന്തിരി ഇട്ടിട്ട്. അതായത് രണ്ടും കൂടി ഒരിക്കലും മിക്സ് ചെയ്തിടരുത്. അപ്പം മുന്തിരി ഓവർ കരിഞ്ഞും പോവും, അണ്ടിപ്പരിപ്പോട്ട് ബ്രൗൺ കളറായി കിട്ടുകയില്ല.
ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഈ മുന്തിരിയോട് ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മുന്തിരിയൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തുങ്ങായിട്ട് നമ്മളെ ഈ റെഡിയാക്കി വെച്ച സേമിയത്ത് കിട്ടുങ്ങായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളെ സേമിയ റെഡി ആയി കഴിഞ്ഞല്ലോ. ഇനി അത് ഒരു വാഴൻ്റെ ഇലയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് ഒരു 5 ഇഞ്ച് വീതിയിലുള്ള വാഴൻ്റെ ഇലയാണ് ഞാൻ എടുത്തത് ഇവിടെ. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വാഴൻ്റെ ഇല വെക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വാഴൻ്റെ ഇലൻ്റെ മോൾ ഭാഗം, ഇത് അടിഭാഗത്താക്കി വെച്ചിങ്ങായിട്ട് സാധാ വാഴ നിൽക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഭാഗം മോൾ ഭാഗത്തേക്ക് മലർത്തി വെച്ചിട്ട് അതിലേക്ക് സേമിയ ദോലിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഇത്ര ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് കൊടുക്കുക. ഈ ഒരളവിലേ ഉണ്ടാവും. ഏത് വലുപ്പത്തിലുള്ള ഇല എടുക്കുകയാണെങ്കിലും ഈ ഒരു സൈസിൽ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് മാത്രം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ആദ്യം മുന്നോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നടുഭാഗം വിരൽ വെച്ച് ഇതുപോലെ ത്രികോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കുക. ഒന്നുകൂടി ഇതൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ഭാഗം പിടിച്ചിട്ട് അപ്പോൾ ഓക്കെ, നമ്മളെ സാധനം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സേമിയയുടെയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് നെറ്റിൽ ഇതുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഏതായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. സാധനമല്ല, പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് അടിപൊളി ക്ലൈമാറ്റാണ്. മഴ കഴിഞ്ഞ് രാത്രി ഒരു 7 മണി ആയിരിക്കണം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു മനസ്സിൽ ചെറിയൊരു പൂതി, ഒരു കട്ടൻ ചായയും കൂടി കാച്ചാണ്. അതുകൂടി കാച്ചി നമ്മൾ റെഡിയാക്കിയ സേമിയയുടെയും കൂടി കഴിക്കുകയാണ് ഇവിടെ നിന്ന്. ഇന്ന് നമ്മളെ കൂടെ മനുവാണ് ഗസ്റ്റായിട്ടുള്ളത്. നല്ല കട്ടൻ ചായ കേട്ടോ, അടിപൊളി. അതായത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു മൂടല്ലേ, നല്ലൊരു ഇതുപോലെ തണുപ്പത്ത് ഇരുന്നായിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പൂർണ്ണമാണ്. നോക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ അട കണ്ട് മനു, സേമിയയുടെ കണ്ട് അട സൂപ്പറാണ്. എന്താ അതിൻ്റെ ടേസ്റ്റ്? എന്താ നല്ല മധുരം പാകത്തിനാണ്. നല്ല നെയ്യിൻ്റെ ഒരു എന്താ പറയുക, നെയ്യ് അത്യാവശ്യം നല്ല നെയ്യ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ഒരു അടയാണ്. ഇത് സൂപ്പർ, അടിപൊളി. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഡാൽഡയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അതാണ് RKG പശുവിൻ്റെ നെയ്യോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ലാഭം കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല നെയ്യ് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ചായ അടയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. വൈകുന്നേരം 7 മണി സമയം, മഴ തോർന്ന് നല്ല തണുത്ത കാറ്റ്. അപ്പോൾ ഇനി വീണ്ടും മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ.